മോട്ടോറോളയുടെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ സ്മാർട്ട് ഫോൺ മോട്ടോ G54 5G ആണ്. 50 MB ക്യാമറയുണ്ട്, അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, 6000 mAh ബാറ്ററി, 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്. കേസ് ഇട്ടാണ് ഫോൺ ബോക്സിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. ഹൈ പെർഫോമൻസ് 5G എന്റർടൈൻമെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. 50 MB ക്യാമറ വിത്ത് OIS, 6000 mAh ബാറ്ററി, 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്. ഫോണിലേക്ക് വരാം. യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ, സിം ട്രേ, A to C ചാർജിംഗ് കേബിൾ, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു TPU കേസ് തന്നെയാണ് ഫോണിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലോസി ഫിനിഷ് അല്ല. മോട്ടോറോള ഫോണുകളിൽ പലതിലും കണ്ട സെയിം ഡിസൈൻ. ബാക്കിൽ ഇത്തരത്തിൽ 2 ക്യാമറ, LED ഫ്ലാഷ് ലൈറ്റ്, മോട്ടോറോളയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫ്ലാറ്റ് ആണ്. താഴെ USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്, സ്പീക്കർ ഗ്രിൽ. വലത് സൈഡിൽ വോളിയം റോക്കേഴ്സ്, സെപ്പറേറ്റ് ബട്ടണുകളാണ്, അതുപോലെ പവർ ബട്ടൺ. ഇടത് സൈഡിൽ സിം ട്രേ, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ടെന്ന് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഫോണിനകത്ത് ഹൈബ്രിഡ് സിം ട്രേ ആണ് നൽകിയിരിക്കുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു സിം കാർഡും മെമ്മറി കാർഡും ഉപയോഗിക്കാം. ഫോൺ വളരെ ഹാൻഡി ആണെന്ന് പറയാതെ വയ്യ. കയ്യിലൊക്കെ പിടിക്കുമ്പോൾ നല്ല ഒതുക്കമുണ്ട്. അതുപോലെ ഒരു വലിയ സൈസൊന്നുമല്ല, എന്നാലും തീരെ കോമ്പാക്ട് സൈസും അല്ല. മൊത്തത്തിൽ കൈ പിടിക്കാനൊരു സുഖമുണ്ട്. അതുപോലെ ബാക്ക് സൈഡ് തീരെ പൊള്ളയൊന്നുമല്ല, നല്ല ഒരു ഫീല് നമുക്കിവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. എന്തിനായാലും ഫോൺ കൈ പിടിക്കാനുള്ള ആ ഒരു ഇൻ ഹാൻഡ് ഫീൽ ഓക്കെയാണ്, മനോഹരമെന്ന് തന്നെ പറയണം. കാണാനുള്ള ലുക്കും ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ്, ഓവറായിട്ടുള്ള ലുക്കൊന്നും കൊടുത്തിട്ടില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മിനിമൽ ലുക്കാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ മോട്ടോറോളയുടെ ലോഗോ കാണാം, പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നു. ഫോണിൻ്റെ ഡിസ്പ്ലേ ഇത്തരത്തിൽ മാക്സിമം 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് ഓട്ടോ സെറ്റിംഗ് ആയിരിക്കും വരുന്നത്. നമ്മൾ 120 ഹെഡ്സിലേക്ക് മാറാൻ പറ്റും. അതുപോലെ ആ ഒരു റിഫ്രഷ് റേറ്റിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നല്ല ഒരു സ്മൂത്ത് ആണെന്ന് മാത്രമല്ല, നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ. ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസലുകളെ കുറിച്ച് പറഞ്ഞാൽ ഈ താഴത്തെ ചിന്നെന്ന് പറയുന്ന ഭാഗം ഒരു ആവറേജ് സൈസാണ്, ഒരുപാട് തിന്നാണെന്ന് പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഈ സൈഡിലെ 2 ഭാഗങ്ങളും വളരെ തിന്നാണ്, മുകളിലും ഒരു ആവറേജ് സൈസാണ് നൽകിയിരിക്കുന്നത്. ഒരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചരിച്ച് പിടിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാലും വ്യൂയിങ് ആംഗിളിലൊന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല. ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൂടി വരുമ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ നല്ല സ്മൂത്ത് ആവുന്നുണ്ട്. നമുക്ക് ഗെയിം കളിക്കുമ്പോൾ നല്ലൊരു റെസ്പോൺസ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സമ്മാനിക്കും. ഇനി ഫോണിൻ്റെ ബ്രൈറ്റ്നസിനെ പറ്റി പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസിലേക്ക് ഞാനിപ്പോൾ കൊണ്ടുവന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഡിസ്പ്ലേ ഭാഗം ഒറ്റ നോട്ടത്തിൽ കൊള്ളാം, കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മളിവിടെ പരിശോധിക്കുന്ന ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് 8GB റാമും അതുപോലെ 128GB ഇന്റേണൽ സ്റ്റോറേജുമുള്ള സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോണിനകത്ത് മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 7020 എന്ന് പറയുന്ന പ്രോസറാണ് കരുത്ത് പകരുന്നത്. ഇതൊരു 5G പ്രോസറാണ്. മാത്രമല്ല 14 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകളുടെ സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്തുണ്ട്. ഇന്ത്യയിലൊന്നും അത്രയും 5G ബാൻഡുകൾ വിന്യസിച്ചിട്ടില്ല. അപ്പോൾ ഗുണം എന്ന് പറയുന്നത് മോട്ടോറോള തന്നെ ക്ലെയിം ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഏത് വിദേശ രാജ്യത്ത് പോയാലും അവിടെയൊക്കെ ഉള്ള 5G ബാൻഡുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന പെട്ടെന്ന് ദുബായിൽ ജോലി കിട്ടി പോയാൽ അവിടെ ചെന്നാലും വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഉപയോഗിക്കാമെന്ന് ചുരുക്കം. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് 12GB 256GB വേരിയന്റ് വരുന്നത്. ഈ ഒരു ഫോണിന് മാക്സിമം 12GB റാം വരെയുള്ള വേരിയന്റ് ഉണ്ട്. നമ്മൾ പക്ഷേ പരിശോധിക്കുന്നത് 8GB റാം 256GB ഇന്റർണൽ സ്റ്റോറേജ് ഓപ്ഷനാണ്. ഫോണിനകത്ത് 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 6000 mAh ബാറ്ററി കൊടുത്തിട്ടും ഫോൺ ഹെവി ആയിട്ട് തോന്നില്ല, വെയിറ്റ് കൂടുതലോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ ഒരു ഫോണിനകത്ത് സാധാരണഗതിയിൽ നമുക്കറിയാം 5000 mAh ആണ് സാധാരണ വരുന്നത്. പക്ഷേ 6000 mAh ബാറ്ററി കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച ബാറ്ററി ലൈഫ് ഈ ഒരു ഫോണിനകത്ത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിന് പറയാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ഒരു ഫോണിനകത്ത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അധികം മറ്റ് വെളിയിൽ നിന്നുള്ള അനാവശ്യ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും സാധാരണ മോട്ടോറോള ഫോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ നമുക്ക് ക്യാൻഡി ക്രഷ് ആപ്പ് ഇവിടെ കാണുന്നുണ്ട്. അത് ശരിയല്ല. ഇവിടെ ക്യാരംസ് ഗെയിം കളിക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ഫേസ്ബുക്ക് ആപ്ലിക്കേഷനും പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യ നോട്ടത്തിൽ ഈ ഒരു 3 ആപ്ലിക്കേഷൻസ് ആണ് ഗൂഗിളിൻ്റേതായിട്ടല്ലാതെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. എന്നിരുന്നാലും മറ്റ് ബ്രാൻഡുകളുടെ ഫോണുകളെ അപേക്ഷിച്ച് നമുക്കിതിനകത്ത് ബ്ലോട്ട് വൈസുകൾ ആകെ 3 ഉള്ളൂ എന്ന് ആശ്വസിക്കാം. അതുപോലെ ഇത്തരം ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ 2 ഗെയിം അങ്ങ് ആവശ്യമില്ലെങ്കിൽ അപ്പോഴേ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ അത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെയാണ് മൊത്തത്തിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയാലും എല്ലാം ഈ പറഞ്ഞ ഒരു ക്ലീൻ യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6000 mAh ബാറ്ററി നല്ല ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു ഫോണിനകത്ത് കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു 2 ദിവസം എങ്ങനെ പോയാലും ബാറ്ററി ഈ ഒരു ഫോണിനകത്ത് ഒരു നോർമൽ യൂസിന് ലഭിക്കും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഒരു ആൻഡ്രോയിഡ് മേജർ അപ്ഡേറ്റ് ആണെന്ന് പറയുന്നത്. അതായത് നിലവിൽ ആൻഡ്രോയിഡ് 13 ആണ്, ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട്. അത് അഷ്യൂർഡ് ആണ്. പിന്നെ ആൻഡ്രോയിഡ് 15 കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ
3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ഫോണിനകത്ത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിരിക്കുന്നു. ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ സാധാരണ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകാറില്ല, അത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം. കൂടാതെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഡെപ്ത് സെൻസറായിട്ടും അതുപോലെ തന്നെ മാക്രോ സെൻസറായിട്ടും ആ ഒരു ക്യാമറ ആക്ട് ചെയ്യുകയും ചെയ്യും. ഫോണിന്റെ ക്യാമറ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രോ മോഡ് നൽകിയിട്ടുണ്ട്. പ്രോ മോഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ കൂടുതൽ കൺട്രോളുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ വീഡിയോ മോഡ്, ഫോട്ടോ മോഡിൽ നമുക്ക് ഇതുപോലെ മാക്രോ എടുക്കാം, വൈഡ് ആംഗിൾ എടുക്കാം, അതുപോലെ തന്നെ നോർമൽ സെൻസറും എടുക്കാൻ സാധിക്കും. പോർട്രേറ്റ് മോഡ്, നൈറ്റ് വിഷൻ, അതുപോലെ മോറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പനോരമിക്, സ്കാൻ, ഡ്യുവൽ ക്യാപ്ചർ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, അതുപോലെ സ്പോട്ട് കളർ വീഡിയോ, അതുപോലെ ഡ്യുവൽ ക്യാപ്ചർ എന്നീ ഓപ്ഷനും കൊടുത്തിരിക്കും. ഡ്യുവൽ ക്യാപ്ചർ എന്ന് പറയുന്നത് ഇത് ഫോട്ടോ മോഡാണെങ്കിൽ ഇത് ഡ്യുവൽ ക്യാപ്ചർ വീഡിയോ മോഡാണ്. അതുപോലെ സ്പോട്ട് കളർ ഫോട്ടോയും ഉണ്ട്, വീഡിയോ ഉണ്ട്. എന്താണ് സ്പോട്ട് കളർ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സ്പോട്ട് കളർ എടുത്തിട്ട് നമുക്ക് കളർ സ്പോട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഡയറിയുടെ കളർ ഞാൻ ഇതുപോലെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ മാത്രം നമുക്ക് കളർഫുൾ ആയിട്ട് ലഭിക്കുകയും ബാക്കിയും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. കണ്ടില്ലേ, ആ ഒരു പർട്ടിക്കുലർ കളർ മാത്രമാണ് ഇപ്പോൾ കളറിലേക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഈ ഒരു ഫോണിനകത്ത് സാധ്യമാണ്. സെൽഫി ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അടിപൊളി സൗണ്ട് ക്വാളിറ്റി, സ്റ്റീരിയോ സ്പീക്കറാണ് എന്തായാലും ഫോണിനകത്ത് മോട്ടോറോള നൽകിയിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് മോട്ടോറോള നൽകിയിട്ടുണ്ട്. കൂടാതെ മോട്ടോ സ്പേഷ്യൽ സൗണ്ട് എന്ന് പറയുന്ന ഫീച്ചറും ഈ ഒരു ഫോണിനകത്ത് മോട്ടോറോള നൽകിയിട്ടുണ്ട്. എന്തിനായാലും ഒരു അടിപൊളി സൗണ്ട് ക്വാളിറ്റി തന്നെ നൽകിയിട്ടുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ ഇത്രയും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി വളരെ ചുരുക്കം ഫോണുകളായിരിക്കും സാധാരണ വരുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും നല്ല സൗണ്ട് ക്വാളിറ്റി. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി മനോഹരം തന്നെയാണ്. പക്ഷേ ഈ ഒരു താഴത്തെ ചിഹ്നം എന്ന് പറയുന്ന ഭാഗം കണ്ടില്ല, അതൊരു ആവറേജ് സൈസിൽ കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ചെറിയ ഒരു ഇതായിട്ട് തോന്നുന്നത്. അതർവൈസ് ഫൈനാണ്. അതുപോലെ സാച്ചുറേഷനൊക്കെ ഓക്കെ എന്ന് വേണം പറയാൻ. എന്തായാലും നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വിഭാഗം നൽകുന്നത്. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കറും ഇതുപോലെ മികച്ച ഒരു വീഡിയോ ക്വാളിറ്റി കൂടെ നൽകുമ്പോൾ നല്ല ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കാനാവുന്നുണ്ട് ഈ ഒരു ഫോണിലൂടെ. അതുപോലെ ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അത് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫോൺ ഇത്തരത്തിൽ നമുക്ക് അൺലോക്ക് ആക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഫേസ് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് IP52 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ്. വാട്ടർ റെസിസ്റ്റൻസ് ഭയങ്കരമല്ല, വാട്ടർ റിപ്പല്ലന്റ് ഡിസൈൻ ആണ്. ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ തെറിച്ചു പോകുന്ന ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതെങ്കിലും കൊടുത്തിട്ടുണ്ട് ഈ പ്രൈസ് പോയിന്റിൽ. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. ആക്ച്വലി ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് നിലവിൽ എനിക്ക് അറിവായിട്ടില്ല. എന്തായാലും ഇതൊരു ബെസ്റ്റ് സെല്ലർ ഫോണായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എല്ലാം തികഞ്ഞ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഫോൺ തന്നെയാണ് മോട്ടോറോളയുടെ മോട്ടോ G54 5G എന്ന ഈ ഒരു പർട്ടിക്കുലർ ഫോൺ.